ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ആ ഒരു കൺഫർമേഷൻ വന്നപ്പോൾ വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ താഴെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിച്ചു പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 50% ക്വസ്റ്റ്യൻസും ഞാൻ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, തുടരെ വീഡിയോ ചെയ്യാൻ എനിക്ക് ടൈമില്ല. അപ്പോൾ പ്രത്യേകിച്ചുള്ള ഒരു കാര്യം വരുമ്പോഴാണ് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ആ പറയുന്ന വീഡിയോയിൽ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വായിച്ചു പോകാതെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വരുത്താവുന്ന മിസ്റ്റേക്കുകൾ എടുത്തു പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ പോലെ ചെയ്യണം എന്ന് പറഞ്ഞാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കാരണം നമ്മളൊരു കുറച്ച് ടൈം കിട്ടുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ടാണ് ഈ കമൻസിനുള്ള റിപ്ലൈ ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്യുകയാണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അത്യാവശ്യമുള്ള, അല്ലെങ്കിൽ ഞാനതിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോകും. മനസ്സിലായി? വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം കിട്ടില്ല അത് ആൻസർ ചെയ്യാനായിട്ട്. സോ ദയവായിട്ട് വീഡിയോ കാണുക, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിങ്ങൾ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വിട്ടുപോയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാനുള്ളതെങ്കിൽ ചോദിക്കുക. ഇതിന് തന്നെയാണ് മെയിലിൻ്റെ അവസ്ഥയും. നമ്മൾ ഇങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള, അല്ലെങ്കിൽ അറിയണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോന്ന് എടുത്ത് വരുമ്പോൾ വായിച്ച് നോക്കണം കുറച്ച് സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിനെന്താ നമ്മൾ റിപ്ലൈ വിടുന്നത് ഇത്രയും ടൈം ഉണ്ടാക്കി നമ്മൾ ഇടുമ്പോൾ? അപ്പോൾ നിങ്ങൾക്കൊരു 10 മിനിറ്റ് പോലും ഇല്ലേ ഒരു വീഡിയോ? ഒന്ന് സ്കിപ്പ് ചെയ്ത് ഓടിച്ച് കാണുകയാണെങ്കിലും, അതായത് സ്പീഡിലിട്ട് കാണുക. സ്കിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പോകും. ഒന്ന് സ്പീഡിലിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ സമയത്തിനും നിങ്ങളുടെ സമയത്തിനും എൻ്റെ സമയത്തിനും വിലയുണ്ട്, അത് കളയരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൽ മുഹമ്മദ് ചോദിച്ചേക്കുന്നത് ഇതുവരെ കൊടുക്കാത്തവർക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ഫാമിന്. ഇതൊക്കെ സാധാരണ നമുക്ക് വരുന്ന സംശയങ്ങളാണ്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 അലോട്ട്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഈ 3 അലോട്ട്മെൻറ്റിൽ ഇനി പറ്റൂല, ഇടയ്ക്ക് കയറി കൊടുക്കാൻ പറ്റൂല. ഇനി അതല്ല, ഏതെങ്കിലും ഫേസിൽ പുതിയ കോളേജ് ഏതെങ്കിലും വരുവാണെങ്കിൽ അതിലേക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ മുഹമ്മദ് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് നോക്ക്. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻസ് ബി ഫാമിൻ്റെ അതിൽ കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഓപ്ഷൻ കൊടുത്തോ കേട്ടോ. അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം. പുതിയ കോളേജ് 2 വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അത് വേണമെന്നുള്ളവർക്ക് കൊടുക്കാം. പിന്നെ നമുക്കിനി ബി ഫാമിൻ്റെ എങ്ങനെയാണ്, ഒരു സ്ട്രേ വേക്കൻസി ആണോ, മോപ്പപ്പ് ആണോ, സ്പോട്ടാണോ എന്നൊന്നും അറിയില്ല. ആ ഒരു ടൈമിൽ ഇപ്പോൾ മോപ്പപ്പൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം അടുപ്പിച്ച് വരും. സ്ട്രേ വേക്കൻസി ആണെങ്കിലും സാധാരണ ഇതുവരെ കൊടുക്കാത്തവർക്ക് കൊടുക്കാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി മുഫീദ ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്ത കോളേജ് തന്നെ ചേഞ്ച് ചെയ്യാതെ കൺഫർമേഷൻ കൊടുക്കാമോ എന്നുള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് നമ്മുടെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കും കേട്ടോ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം, പക്ഷേ എഡിറ്റിംഗ് വേണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവണ്ടോ? എഡിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അതല്ല ഓപ്ഷൻ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി അത് നോക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് മാറ്റണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇതാക്കണം എന്നൊക്കെ തോന്നിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജ് എനിക്ക് കിട്ടിയാൽ ഞാൻ പോകില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലാത്തവർ എഡിറ്റ് ചെയ്യണം എന്നില്ല കേട്ടോ. കൺഫർമേഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം. ബിൻസി ചോദിച്ചേക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഞാൻ ഓപ്ഷൻ കൊടുക്കുന്ന കോളേജ് മാത്രമല്ലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു 10 കോളേജ് വെച്ചിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് എഡിറ്റിങ്ങും പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് 10ൽ നിന്ന് ഒരു 5ലേക്ക് മാറി, ബാക്കി 5 കോളേജ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആ 5 കോളേജുകൾ മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ. അതായത് നമ്മുടെ ഓപ്ഷനിൽ, ആ ഒരു ഫേസിലെ ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ ഇരിക്കുന്നുണ്ടോ അത് മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ. എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ല. എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായത് ഇങ്ങനെയാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ വിൻസി ഒന്നും കൂടി ചോദിക്കുക കേട്ടോ. ഇനി എനിക്ക് ഫസ്റ്റ് കിട്ടിയ കോളേജ്, ലിറ്റിൽ പ്രിൻസസ് ചോദിച്ചേക്കുന്നതാണ്, എനിക്ക് ഫസ്റ്റ് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ്, അപ്പോൾ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുന്നത് കമ്പൽസറി ആണോ, അതോ കൺഫർമേഷൻ കൊടുക്കാതെ ഇരുന്നാൽ മതിയോ? അപ്പോൾ കൺഫർമേഷൻ കൊടുത്താൽ തന്നെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഓപ്ഷൻ അവിടെ കാണുമല്ലോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർ കൺഫർമേഷൻ ചെയ്യണം നിർബന്ധമില്ല. മനസ്സിലായോ? അതായത് ഇത് നിങ്ങളുടെ അടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറയണത് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം കണ്ടാണെന്ന് തോന്നുന്നു, കുറേ കുട്ടികൾക്ക് നേരിട്ടൊരു പ്രശ്നമായിരുന്നു. ഈ ഫസ്റ്റ് ഇങ്ങനെ ആ കോളേജ് തന്നെ മതി എന്നുള്ളൊരു കൺഫർമേഷൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, അടുത്ത അലോട്ട്മെൻറ്റ് വന്നപ്പോൾ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഈ കൺഫർമേഷൻ കൊടുക്കാത്തവർക്കും അലോട്ട്മെൻറ്റ് വന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ പറഞ്ഞു. അപ്പോൾ അവരുടെ നമ്പറൊക്കെ ആയിട്ട് എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവണത് അവർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൺഫർമേഷൻ കൊടുക്കാതെ ഒരിക്കലും തെറ്റായിട്ടൊരു ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള വഴി. കാരണം നിങ്ങൾ എവിടെയെങ്കിലും പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആ പറഞ്ഞ കുട്ടികളുടെ ചെക്ക് ചെയ്തപ്പോൾ അവരെവിടേക്കോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഈ കൺഫർമേഷൻ്റെ ബട്ടണിൽ ക്ലിക്ക് ആയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് അവരെ പരിഗണിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി സേഫായിട്ടുള്ള വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയ കോളേജ് തന്നെ മതി. മുകളിൽ 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞിട്ട് അത് പ്രിൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കിട്ടിയ കോളേജ് മാത്രം കാണിക്കുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൺഫർമേഷൻ ആ പേജ് ലോഗിൻ ചെയ്യാനേ പോകണ്ട, കൺഫർമേഷൻ്റെ ആ വഴിക്കേ പോകാനും പോകണ്ട. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൺഫർമേഷൻ അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് പോകണ്ടാത്തവർ കൺഫർമേഷൻ കൊടുക്കണ്ട. കുറച്ചും കൂടി സേഫായിട്ടുള്ള വഴി ഇതാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ. ഇനി സീമൻ ഓക്കെ, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ അറ്റസ്റ്റ് ചെയ്താൽ മതിയോ, ഓർ അസിസ്റ്റൻറ്റ് സർജൻ തന്നെ വേണോ? ഒരു കാര്യം എന്ന് വെച്ചത് ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ അത് സ്വീകരിക്കില്ല കേട്ടോ. സാധാരണ അസിസ്റ്റൻറ്റ് സർജൻ മതി, പക്ഷേ ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ സ്വീകരിക്കില്ല കേട്ടോ എന്നാണ് എൻ്റെ അറിവ്. ഇതുവരെ അങ്ങനെ ഒരു പിന്നെ നിങ്ങളിപ്പോൾ കൊണ്ടുവല്ലുമ്പോൾ അവരത് റിജക്റ്റ് ഒന്നും ചെയ്യുമെന്ന് എനിക്കറിയില്ല. സാധാരണ എൻ്റെ പ്രോസ്പെക്ടസ് പറയുന്നത് അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാതെ റാങ്കുള്ള ഒരു ഡോക്ടർ എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റും തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്, അവർ ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിൽ പോലും കേട്ടോ. അപ്പോൾ അത് ഹോമിയോ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി, അപ്പോൾ ഇനി കൺഫർമേഷൻ ചെയ്യണമെന്നുള്ളതാണ്. ഇത് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കൺഫർമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ആ പ്രിൻ്റ് ഔട്ടിൽ ലാസ്റ്റായിട്ട് ഉണ്ടാകുമല്ലോ എന്നുള്ളത്. അതായത് ഉണ്ടാവും കേട്ടോ, അതവിടെ ഉണ്ടാവും. നമുക്ക് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് നമ്മുടെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ കാണിക്കും കേട്ടോ, അത് കുഴപ്പമില്ല. എൻജിനീയറിംഗ് അലോട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നീറ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പങ്കെടുത്താൽ എൻജിനീയറിങ്ങിന് കിട്ടിയ കോളേജ് ക്യാൻസൽ ആകുമോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതായത് എൻജിനീയറിങ്ങിന് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് നീറ്റിൽ ഓപ്ഷൻസ് വരുമ്പോൾ കൊടുക്കുന്നതിനോ അഡ്മിഷൻ എടുക്കുന്നതിനോ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻജിനീയറിങ്ങിന് കിട്ടിയവർ, അതായത് മെഡിക്കലിൽ നിന്നുള്ള ഓപ്ഷൻ കീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മെഡിക്കലിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് മെഡിക്കലിലുള്ള കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളും ഡെൻ്റൽ കോളേജുകളും ഒക്കെ അവിടെ നിങ്ങളുടെ ഓപ്ഷനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ എടുത്ത് വെക്കാം. ഇനി ഇവിടെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ, എവിടെ മെഡിക്കലിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കീമിൻ്റെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, എനിക്ക് FW കാറ്റഗറി ആണ് കിട്ടിയത്, അത് പോകാതിരിക്കാൻ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാതിരുന്നാൽ മതിയെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേരിക്കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഫാത്തിമ ചോദിച്ചേക്കുന്നത് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല, എനിക്കിപ്പോൾ MU കാറ്റഗറിയിൽ നിന്ന് SC കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതെനിക്ക് ആ ക്വസ്റ്റ്യൻ എനിക്ക് അത്ര ക്ലിയർ ആയില്ല. MU കാറ്റഗറിയിൽ നിന്ന് SC കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് പോസിബിൾ ആണോ പെട്ടെന്ന് അങ്ങനെ? ഇനി ഇൻ്റർ കാസ്റ്റ് മാരേജ് എന്നുള്ള രീതിയിലാണെങ്കിൽ അതിനോടായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങണം. എന്നാലാണ് നമ്മൾ SCയിലേക്ക് മാറാൻ നമ്മൾ തഹസിൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി സ്പോട്ടിൽ മേ ബി വേക്കൻസി വരുവാണെങ്കിൽ, അത് കുറച്ച് നാളൊക്കെ മുമ്പ് അത് സാധിക്കുമായിരുന്നു. സ്പോട്ടിലൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാത്ത ഒരു റിസർവേഷൻ ഉണ്ടെങ്കിലും സ്പോട്ടിൽ ക്ലെയിം ചെയ്തിട്ട് നമുക്ക് റിസർവേഷനിൽ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത്, അതായത് ഈ ഇയർ എന്തെങ്കിലും അതിന് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സ്പോട്ടൊക്കെ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എൻട്രൻസ് കമ്മീഷണറായിട്ട് കോൺടാക്ട് ചെയ്ത് കറക്റ്റ് ആക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ കുറച്ചൊരു ഇതുണ്ട്, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ മെയിൽ ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ. ഇനി റീത ചോദിച്ചേക്കുന്നതാണ് എൻ്റെ എത്ര അലോട്ട്മെൻ്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറി വന്നില്ലെങ്കിലോ എനിക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് എനിക്ക് നഷ്ടമാകില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ആൻസർ ചെയ്തിട്ടാണ്. എത്ര അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 3 അലോട്ട്മെൻറ്റാണ് ഉള്ളത്. പിന്നെ അതിനുശേഷം സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ മോപ്പപ്പ് പോലെയോ അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസി പോലെയോ അല്ലെങ്കിൽ സ്പോട്ടൊക്കെ ആയിട്ടൊക്കെ നടത്തും. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറി വന്നില്ല എങ്കിൽ ഫസ്റ്റ് കിട്ടിയ കോളേജ് തന്നെയാണ് സെക്കൻഡിലെങ്കിൽ സെക്കൻഡ് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാതിരിക്കുക. അതായത് നമ്മൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ഓൾറെഡി പറഞ്ഞാണ്. കുഴപ്പമില്ല, നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വേറൊരു കോളേജിലേക്ക് കിട്ടുമല്ലോ നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് മാറി നമുക്ക് വേറെ കോളേജിൽ പോയി ചേരാം അല്ലേ. ഓക്കെ, ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി, ഫീ അടച്ചു, ഇനി ക്യുസാറ്റ് റിയൽ ടൈമിൽ കിട്ടിയാൽ
ഇതിലടച്ച ഫീസ് തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർക്കാണല്ലോ ഫീസ് അടച്ചേക്കുന്നത്. ആ ഫീസ് കിട്ടുന്നതിന് ഒരു ടൈമുണ്ട്. ഉടനെ തന്നെ എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ച ഫീസ്, നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ അടച്ച ഫീസാണെങ്കിൽ അത് ഉടനെ തന്നെ കിട്ടും, നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ കിട്ടും. പക്ഷേ എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങൾ ഓൺലൈൻ ചെയ്തേക്കുന്ന ആ പേയ്മെൻറ്റ് ഉടനെ കിട്ടൂല. അതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ കീമിൻ്റെ കൗൺസിലിംഗ് ഒക്കെ കഴിയൂലേ, ആ ഒരു ടൈമിൽ ഇങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ എലിജിബിലിറ്റി ഉള്ളവരുടെ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റിൽ ഇതുപോലെ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന പോലെ ഇടും. അപ്പോൾ ആ ഒരു ടൈമിൽ അതിൽ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതിൻ്റെ സംബന്ധിച്ച് വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പുള്ള ഇയറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടിയത്. എനിക്ക് താഴെയുള്ള ഏതെങ്കിലും കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല കേട്ടോ, സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയപ്പോൾ താഴെയുള്ളതൊക്കെ പോയില്ലേ. ഇനി അത് നമുക്ക് ഒരു മോപ്പപ്പ് ഉണ്ടെങ്കിലും, മോപ്പപ്പിൽ ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ എടുത്ത് വയ്ക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഡിലീറ്റായിട്ട് പോയി. ഇനി ഈ ഒരു രണ്ട് ഫേസ്, അതായത് ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ആണ് സാധാരണ ഉണ്ടാവാറ്. അതിലിനി നമ്മളുടെ ഡിലീറ്റായിട്ട് പോയ ഓപ്ഷൻസ് എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. മേക്ക് എ വീഡിയോ അബൌട്ട് ദോസ് ഹു ഗെറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് ടു ക്ലാരിഫൈ അബൌട്ട് ദേ ഡു കൺഫർമേഷൻ ഓർ നോട്ട്. ഇത് വീഡിയോ കാണാതെ ആരോ വന്നിട്ടേക്കുന്നതാണ്. ജാക്ക് വുഡി എന്നാണ് ഇതിൻ്റെ ഐഡി വന്നേക്കുന്നത്. നമ്മളത് കറക്റ്റായിട്ട് ആ ഒരു വീഡിയോയിൽ, അതായത് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോയിലും പറയുന്നുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഞാനൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ വാലിഡിറ്റി, അങ്ങനൊരു വാലിഡിറ്റി ഇല്ല. എന്നാലും അത് അവിടെ നമ്മൾ നോക്കേണ്ടി വരും കേട്ടോ. അത് അങ്ങനൊരു വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. എനിക്കറിയില്ല കറക്റ്റായിട്ട് അതിന് കേട്ടോ. എനിക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ ടൈമിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചേക്കണേ. അപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന ആ 2 കോളേജ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം ഓപ്ഷൻസ് കേട്ടോ. അല്ലാതെ മുഴുവൻ കോളേജുകളും കാണൂല. ഇനി തേർഡ് ഫേസിലും ഏതെങ്കിലും പുതിയ കോളേജ് വരുവാണെങ്കിൽ ആ ഒരു ഇപ്പോൾ ഉള്ള കോളേജ്, പുതിയ കോളേജ് അല്ലാതെ ഇനി ഉള്ള കോളേജിൽ ഏതെങ്കിലും പുതിയ കോഴ്സ് വരുവാണെങ്കിലും നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇനി ഓപ്ഷൻസ് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുക, എന്തെങ്കിലും അവിടെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഓപ്ഷൻ എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഡേറ്റ ഷീറ്റ് എപ്പോഴാണ് എടുക്കാൻ പറ്റുക? അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഡേറ്റ ഷീറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവുന്നത് കേട്ടോ. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റൊക്കെ മിക്കവാറും ചേഞ്ച് ആവും. അത് ആ ഒരു ടൈമിൽ നമുക്ക് അത് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമുക്കിപ്പോൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.